രാഷ്ട്രീയ ചരിത്രത്തിൽ ക്യാപ്റ്റൻ എന്ന വിശേഷണത്തോടെ ഒരു ദശകം ഭരണചക്രം തിരിച്ച പിണറായി വിജയനും അദ്ദേഹം നയിച്ച ഇടതുപക്ഷവും പ്രതിപക്ഷ നിരയിലേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. 102 സീറ്റുകൾ നേടി UDF അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ വെറും 35 സീറ്റുകളിൽ ഒതുങ്ങിയ CPM അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ പരാജയം കേവലം ഭരണമാറ്റമല്ല, മറിച്ച് CPM-നുള്ളിലെ ഏകപക്ഷീയമായ അധികാര കേന്ദ്രീകരണത്തിനെതിരെയുള്ള അണികളുടെയും ഒരു വിഭാഗം നേതാക്കളുടെയും പരസ്യമായ കലാപം കൂടിയാണ്. 2016 അധികാരം ഏറ്റതു മുതൽ പാർട്ടിയിലും ഭരണത്തിലും പിണറായി വിജയൻ പുലർത്തിയിരുന്ന ആധിപത്യം സമാനതകളില്ലാത്തതായിരുന്നു. പാർട്ടി സെക്രട്ടറിയെ പോലും നിഷ്പ്രഭനാക്കുന്ന രീതിയിലുള്ള മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ തളർത്തിയെന്നിപ്പോൾ വിമർശനമുയർന്നു. എന്നാൽ 10 വർഷത്തിനു ശേഷം അധികാരം നഷ്ടപ്പെട്ടതോടെ ഈ ക്യാപ്റ്റൻ ഇമേജിന് വലിയ വിള്ളൽ വീണിരിക്കുകയാണ്. പരാജയപ്പെട്ടെങ്കിലും പ്രതിപക്ഷ നേതാവായി സഭയിൽ തുടരണമെന്ന പിണറായിയുടെ മോഹങ്ങൾക്ക് തടയിട്ട് കേന്ദ്ര കമ്മിറ്റി അംഗം MA ബേബിയുടെ ഇടപെടലാണ്. ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസും ക്യാബിനറ്റ് പദവിയും നിലനിർത്തി പാർട്ടിയെ ഇനിയും തന്റെ വരുതിയിൽ നിർത്താനുള്ള പിണറായിയുടെ നീക്കങ്ങൾക്കാണ് ഇതോടെ തിരിച്ചടിയായിരിക്കുന്നത്. അപ്രതീക്ഷിത പരാജയത്തിന് പിന്നാലെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾവലിഞ്ഞപ്പോൾ പാർട്ടിയുടെ കടിഞ്ഞാൺ ഏറ്റെടുത്തത് MA ബേബിയാണ്. പ്രതിപക്ഷ നേതാവിനെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന ബേബിയുടെ പരസ്യ പ്രസ്താവന പിണറായി പക്ഷത്തിനുള്ള കൃത്യമായ മുന്നറിയിപ്പായിരുന്നു. താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ അഭിപ്രായം കേട്ട ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്ന ബേബിയുടെ നിലപാട് പാർട്ടിയിൽ വർഷങ്ങളായി നിലനിന്നിരുന്നു. മുകളിൽ നിന്നുള്ള അടിച്ചേൽപ്പിക്കൽ എന്ന രീതിക്ക് അന്ത്യം കുറിക്കുന്നു ഇത്. സഖാക്കൾക്ക് തുറന്നടിക്കാമെന്ന നയം സ്വീകരിച്ചതിലൂടെ നേതൃത്വത്തിന് തെറ്റായ നയങ്ങൾക്കെതിരെ മിണ്ടാൻ ഭയപ്പെട്ടിരുന്ന പ്രവർത്തകർക്ക് അദ്ദേഹം ധൈര്യം നൽകി. പാർട്ടി സെക്രട്ടേറിയറ്റിൽ നടന്ന ചർച്ചകളിൽ ഉയർന്നു വന്ന പ്രധാന ആരോപണങ്ങൾ പിണറായി വിജയന്റെ ഭരണശൈലിക്ക് നേരെയുള്ളതായിരുന്നു. പാർട്ടിക്ക് മുകളിൽ വ്യക്തിക്ക് സ്ഥാനം നൽകുന്ന ക്യാപ്റ്റൻ സംസ്കാരം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾ കാണാതെ പോയതും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് ഉയർന്ന വിവാദങ്ങളും ജനങ്ങളെ പാർട്ടിക്കെതിരെ ചിന്തിപ്പിച്ചു. കണ്ണൂരിലെ P ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഒതുക്കാനുള്ള ശ്രമം പാർട്ടിയുടെ ഉറച്ച കോട്ടകളിൽ വിള്ളലുണ്ടാക്കി. ഇത് വോട്ട് ചോർച്ചയ്ക്കും പ്രധാന കാരണമായി. പിൻവാതിൽ നിയമനങ്ങളും സർക്കാരിന്റെ ധാർഷ്ട്യവും യുവാക്കളെ ഇടതുപക്ഷത്തിൽ നിന്നും അകറ്റി. പ്രതിപക്ഷ നേതാവായി ആര് വരണമെന്ന കാര്യത്തിൽ പാർട്ടിയിൽ 2 തട്ടിലാണ് അഭിപ്രായങ്ങൾ. മുഖ്യമന്ത്രി ആയിരുന്നയാൾ തന്നെ പ്രതിപക്ഷ നേതാവാകുന്നത് സ്വാഭാവികമാണെങ്കിലും ഇത്രയും വലിയ ഭരണവിരുദ്ധ വികാരം നേരിട്ട പിണറായിയെ വീണ്ടും മുൻനിരയിൽ നിർത്തുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. മുൻ ധനമന്ത്രി KN ബാലഗോപാലിനെ പോലുള്ള സൗമ്യമായ മുഖങ്ങളെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമാണ്. നിയമസഭയിൽ വസ്തുതകൾ നിരത്തി സർക്കാരിനെ പ്രതിരോധിക്കാൻ ബാലഗോപാലിന് സാധിക്കുമെന്ന് അണികൾ വിശ്വസിക്കുന്നു. പാർലമെന്ററി പാർട്ടിയിലും സംഘടനയിലും പുതിയ രക്തം പരീക്ഷിക്കണമെന്ന ബേബിയുടെ നിർദ്ദേശം പിണറായി പക്ഷത്തിന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ബംഗാളിലെ പോലെ പാർട്ടി അപ്രസക്തമാകുമോ എന്ന ഭീതി CPM നേതൃത്വത്തെ അലട്ടുന്നുണ്ട്. ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട നേതാക്കളെ സംരക്ഷിക്കുന്നത് പാർട്ടിയുടെ നാശത്തിന് കാരണമാകുമെന്നും സെക്രട്ടേറിയറ്റിൽ മുന്നറിയിപ്പ് ഉയർന്നു. അധികാരത്തിന്റെ തണലിൽ വളർന്ന ഉപജാപക സംഘങ്ങൾ പാർട്ടിയെ വിഴുങ്ങിയെന്നും അവരെ പുറത്താക്കി പാർട്ടിയെ ശുദ്ധീകരിക്കണമെന്നും P ജയരാജനെ പോലുള്ള നേതാക്കൾ വാദിക്കുന്നു. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളെയും വിളിച്ചു ചേർത്ത് പ്രവർത്തകരുടെ അഭിപ്രായം തേടാനുള്ള തീരുമാനം ചരിത്രപരമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിച്ചിരുന്നവർക്കെതിരെയുള്ള രോക്ഷം ഈ യോഗങ്ങളിൽ അണപൊട്ടു. അച്ചടക്കത്തിന്റെ പേരിൽ ഇനി ആരെയും വായടപ്പിക്കാൻ കഴിയില്ലെന്ന സന്ദേശമാണ് ബേബിയുടെ വാക്കുകളിലുള്ളത്. പരാജയത്തിന്റെ ഉത്തരവാദിത്തം വ്യക്തികളെ നിഷ്പക്ഷമാക്കാതെ പാർട്ടിയുടെ മൊത്തത്തിലുള്ള പരാജയമായി കാണാനാണ് ഔദ്യോഗികമായി പക്ഷത്തിന്റെ ശ്രമമെങ്കിലും അണികൾ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. 102 സീറ്റുകളുമായി UDF വൻ കരുത്തോടെ ഭരണത്തിലേറുമ്പോൾ അവരെ നേരിടാൻ കെൽപ്പുള്ള ഒരു പ്രതിപക്ഷമായി മാറാൻ CPM-ന് സാധിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. 35 സീറ്റുകൾ മാത്രമുള്ള പ്രതിപക്ഷം സഭയിൽ നിശബ്ദമാക്കപ്പെടാതിരിക്കാൻ ഉജ്ജ്വലനായ ഒരു നേതാവ് അത്യാവശ്യമാണ്. ആ നേതാവ് പിണറായി വിജയനാണോ അതോ മറ്റൊരാളാണോ എന്നത് വരും ദിവസങ്ങളിലെ ചർച്ചകൾ തീരുമാനിക്കും. CPM ഒരു വലിയ മാറ്റത്തിന്റെ പാതയിലാണ് ഇപ്പോൾ. പിണറായി വിജയൻ എന്ന അധികാര കേന്ദ്രം ദുർബലമാവുകയും പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം തിരികെ വരികയും ചെയ്യുന്ന ഒരു പ്രക്രിയയ്ക്കാണ് MA ബേബി തുടക്കമിട്ടിരിക്കുന്നത്. ക്യാപ്റ്റൻ എന്നതിൽ നിന്നും സഖാവ് എന്നതിലേക്കുള്ള പാർട്ടിയുടെ തിരിച്ചുപോക്ക് എത്രത്തോളം വിജയകരമാകുമെന്നും കണ്ടറിയണം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. പിണറായി വിജയന്റെ പടിയിറക്കം ഒരു വ്യക്തിയുടെ പരാജയമല്ല, മറിച്ച് പാർട്ടിയെ തിരുത്താനുള്ള ഒരു ജനതയുടെ അണികളുടെയും ആഹ്വാനമാണ്. വരും നാളുകളിൽ CPM-ൽ സംഭവിക്കുന്ന ഓരോ മാറ്റവും കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും.